സൂപ്പർ വാല്യൂ ഡിജി വേൾഡ് ഒരുക്കുന്നു മൺസൂൺ ഓഫർ. സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ 7,999 മുതൽ. കൂടാതെ എമർജൻസി ഫ്ലാഷ് ലൈറ്റ്, അയൺ ബോക്സ്, ഫ്ലാസ്ക് എന്നിവ 50% വരെ ഓഫർ നൽകുന്നു. ഏവർക്കും സ്വാഗതം. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയുടെ മുമ്പിൽ ഡിവൈഎഫ്ഐ നടത്തിയ മാർച്ചിനെ ചൊല്ലി നഗരസഭ കൗൺസിൽ യോഗത്തിൽ ബഹളം. ഭരണകക്ഷി യുവജന സംഘടനയുടെ സമരത്തിനെ കോൺഗ്രസ് പരിഹസിച്ചതോടെയാണ് യോഗത്തിൽ തർക്കമുണ്ടായത്. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയുടെ പ്രവർത്തനത്തിൽ അപാകത ആരോപിച്ച് ഡിവൈഎഫ്ഐ നടത്തിയ സമരത്തെ ചൊല്ലിയായിരുന്നു ബഹളം. സമരത്തിനെതിരെ കോൺഗ്രസും അനുകൂലിച്ച് സിപിഎമ്മും രംഗത്തെത്തിയതോടെയാണ് കൗൺസിൽ യോഗം ബഹളമയമായത്. ആശുപത്രിക്കെതിരെ പ്രതിഷേധമുയരുമ്പോൾ ജീവനക്കാരെ അനുകൂലിക്കുന്ന സമീപനം സ്വീകരിച്ചിരുന്നവരാണ് ഇപ്പോൾ സമരത്തിനിറങ്ങിയതെന്നും പ്രതിപക്ഷ പാർട്ടികൾ സമരം നടത്തിയപ്പോൾ അധിക്ഷേപിച്ചവരാണ് സിപിഎം എന്നും കാലങ്ങളായി അനുകൂലിച്ചവർക്ക് അനുഭവം വന്നപ്പോൾ ഡിവൈഎഫ്ഐക്ക് തന്നെ സമരത്തിനിറങ്ങേണ്ടി വന്നുവെന്നും ശരിക്കും സമരം നടത്തേണ്ടത് ആശുപത്രിക്ക് മുമ്പിലല്ലെന്നും ആശുപത്രിയുടെ ചുമതലയുള്ള നഗരസഭയ്ക്ക് മുൻപിലാണെന്നും കോൺഗ്രസ് കൗൺസിലർ എം ഗോപൻ ആരോപിച്ചു. ഇതോടെ സിപിഎം കൗൺസിലർമാർ പ്രതിഷേധവുമായി രംഗത്തെത്തുകയായിരുന്നു. 4 കൗൺസിലർമാർ ജീവനക്കാർക്ക് മുൻപിൽ പോയിരുന്നാൽ സമരമാകില്ലെന്നും ഡിവൈഎഫ്ഐയെ ആരും സമരം ചെയ്യാൻ പഠിപ്പിക്കേണ്ടെന്നും ഭരണപക്ഷമാണോ പ്രതിപക്ഷത്താണോ എന്ന് നോക്കിയല്ല തങ്ങൾ സമരം ചെയ്യാറുള്ളതെന്നും വൈസ് ചെയർമാൻ കെ രാജേഷ്, കൗൺസിലർ ടി കെ രഞ്ജിത്ത് എന്നിവർ പറഞ്ഞു. മാസങ്ങൾക്ക് മുൻപ് വനിതാ കൗൺസിലർക്കെതിരെയും സിപിഎം മുൻ കൗൺസിലർക്കെതിരെയും ആശുപത്രി ഉദ്യോഗസ്ഥരുടെ പരാതിയിൽ കേസെടുത്തപ്പോൾ ഈ പ്രതിഷേധം കണ്ടില്ലല്ലോ എന്ന ചോദ്യവും കോൺഗ്രസ് ഉന്നയിച്ചു. വാക്കുതർക്കം മുറുകിയതോടെ യോഗം ബഹളത്തിലായി. ഇതിനിടെയാണ് അജണ്ടകൾ ചർച്ച ചെയ്യാമെന്നും അജണ്ടകൾക്ക് പുറത്തുള്ള വിഷയങ്ങൾ സംസാരിക്കേണ്ടെന്നും പറഞ്ഞ് നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകി ദേവി ഇടപെട്ടത്. പിന്നീട് ചെയർപേഴ്സണും UDF കൗൺസിലർമാർ തമ്മിലും ഇതിന്റെ പേരിൽ തർക്കമുണ്ടായി. അജണ്ടകളിലാണ് ചർച്ചയെന്നും പറയാൻ അവകാശമുണ്ടെന്നും കോൺഗ്രസ് തിരിച്ചടിച്ചു. ആശുപത്രി വാർഡുകളിലെ രോഗികൾക്ക് ചൂടുവെള്ളം ഉറപ്പാക്കാനുള്ള നടപടി ഉടൻ സ്വീകരിക്കണമെന്ന ആവശ്യവും കൗൺസിൽ അംഗീകരിച്ചു. റൈറ്റ് വിഷൻ ന്യൂസ്, ഒറ്റപ്പാലം. 10ാം ക്ലാസ് കഴിഞ്ഞില്ലേ? ഇനി +1 +2 എവിടെ പഠിക്കും? ചേലക്കരയിലുള്ളവർക്ക് ആ സംശയം വേണ്ട. നമ്മുടെ ലിസ്യു കോളേജ് കഴിഞ്ഞ 3 പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് മുന്നേറുന്ന ലിസ്യു കോളേജ് 2024-25 വർഷത്തെ +1 +2 ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മികച്ച അച്ചടക്കം, കുറഞ്ഞ ഫീസ്, ഉയർന്ന വിജയസാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു. കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ MS ഓഫീസ്, ടാലി, ഫോട്ടോഷോപ്പ്, കമ്പ്യൂട്ടറൈസ്ഡ് ബില്ലിംഗ്, ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ്. അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടുക.